പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്നലെ നടന്ന പ്രാർത്ഥന വലിയ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അഭിഷേകമായിരുന്നു. അനവധി ആയിരക്കണക്കിന് ആൾക്കാർ അച്ഛന് വേണ്ടി വന്ന് പ്രാർത്ഥിച്ചു. ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇന്ന് അച്ഛൻ്റെ ഫ്യൂണറൽ ആദ്യം മറുവക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് വിശുദ്ധ കൊച്ചുതിരച്ച പുണ്യവതിയുടെ പള്ളിയിൽ അച്ഛൻ്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കും. കാരണം അച്ഛൻ്റെ അമ്മ മോൺസിഞ്ഞോർ തോമസ് മനക്കൽ, ആ അമ്മ മരണം വരെ ശുശ്രൂഷ ചെയ്ത പള്ളിയാണത്. പഴയ പള്ളിയിൽ കപ്പേരും വൈദികർക്ക് ഭക്ഷണം കൊടുക്കുന്നതും പിന്നെ പള്ളി അങ്ങനെ പണിയാനായിട്ട് നേതൃത്വം കൊടുത്തതും ഒക്കെ നമ്മുടെ മോൺസിഞ്ഞോർ തോമസ് മനക്കൽ, കോഴിക്കോട് രൂപതയുടെ മുൻ വികാരി ജനറൽ തോമസ് മനക്കൽ അച്ഛൻ്റെ അമ്മ. അപ്പോൾ ആ പള്ളിയിൽ പൊതുദർശനത്തിന് വെക്കും. രാവിലെ 8 മണി മുതൽ 11 മണിക്ക് അഭിവന്യ ചക്കാലക്കൽ പിതാവ് വീണ്ടും അവിടെ ബലിയർപ്പിക്കും. കൊച്ചി മറുവക്കാട് വിശുദ്ധ കൊച്ചുദേശ പുണ്യവതിയുടെ ദേവാലയത്തിൽ. അതിനുശേഷം വലിയ പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ്. കണ്ടക്കടവ് സെൻറ്റ് ഫ്രാൻസിസ് സേവ്യർ ഫൊറോന പള്ളി. അതാണ് മോൺസിഞ്ഞോർ തോമസ് മനക്കലിൻ്റെ ഇടവക പള്ളി. അവിടെ വൈകുന്നേരം 4 മണിക്ക് ആലപ്പുഴ രൂപതയുടെ മെത്രാൻ അഭിവന്യ ജെയിംസ് ആനാപറമ്പിൽ പിതാവിൻ്റെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയും തുടർന്ന് അന്തിമോപചാര ശുശ്രൂഷകളും നടക്കും. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഏറ്റവും ഭക്തിയോടുകൂടി ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കുചേരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിലിരുന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി അതിശക്തമായിട്ട് പ്രാർത്ഥിച്ചു. നിങ്ങൾ എഴുതിയിടുന്ന നിയോഗങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചു. നിങ്ങളുടെ കുടുംബങ്ങളെ കർത്താവിന് സമർപ്പിച്ചു. നിങ്ങളുടെ മക്കളെ കർത്താവിന് സമർപ്പിച്ചു. നിങ്ങളുടെ കണ്ണുനീരും നെടുവീർപ്പുകളും കർത്താവിന് സമർപ്പിച്ചു. നിങ്ങളുടെ കടങ്ങളും നിങ്ങളുടെ ഭാരങ്ങളും കർത്താവിന് സമർപ്പിച്ചു. നിങ്ങളുടെ രോഗങ്ങളും ആകുലതകളും ടെൻഷനുകളും കർത്താവിന് സമർപ്പിച്ചു. നിങ്ങളുടെ മേലുള്ള ബന്ധനങ്ങൾ വിടുവിക്കണമേ എന്ന് കർത്താവിനെ വിളിച്ച് നിലവിളിച്ചു. ജഡികമായ ബന്ധനങ്ങൾ, ആത്മീയമായ ബന്ധനങ്ങൾ, ശാരീരികമായ ബന്ധനങ്ങൾ, സമ്പത്തിൻ്റെ മേലുള്ള ബന്ധനങ്ങൾ, പറമ്പിൻ്റെ മേലുള്ള ബന്ധനങ്ങൾ, ബന്ധങ്ങളുടെ മേലുള്ള ബന്ധനങ്ങൾ, കുടുംബത്തിൻ്റെ മേലുള്ള ബന്ധനങ്ങൾ, മക്കളുടെ മേലുള്ള ബന്ധനങ്ങൾ, ജോലിയുടെ മേലുള്ള ബന്ധനങ്ങൾ, കല്യാണങ്ങളുടെ മേലുള്ള ബന്ധനങ്ങൾ, വിവാഹ ജീവിതത്തിൻ്റെ മേലുള്ള ബന്ധനങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിച്ചു. പ്രത്യേകിച്ച് എല്ലാ യുവതികൾക്ക് വേണ്ടി ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുക. എല്ലാ യുവതികളുടെ മേലുള്ള തെറ്റായ ബന്ധങ്ങൾ, തെറ്റായ കാര്യങ്ങൾ, ജോലി തടസ്സങ്ങൾ, വിസയുടെ തടസ്സങ്ങൾ, എല്ലാ പ്രയാസങ്ങൾ അതെല്ലാം കർത്താവ് എടുത്ത് മാറ്റട്ടെ. എല്ലാവിധ ഭാരങ്ങൾ കർത്താവ് എടുത്ത് മാറ്റട്ടെ. എല്ലാ ആകുലതകൾ കർത്താവ് എടുത്ത് മാറ്റട്ടെ. സാത്താനെയും അവൻ്റെ സകല ശക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കട്ടെ. നിങ്ങളുടെ പറമ്പിൽ നിന്ന് ആട്ടിപ്പുറത്താക്കുന്നു. നിങ്ങളുടെ വസ്തുവകകളിൽ നിന്ന് ആട്ടിപ്പുറത്താക്കുന്നു. നിങ്ങളുടെ മക്കളുടെ പഠനങ്ങളിൽ നിന്ന്, അവരുടെ അലസത കൊണ്ടുവരുന്ന, അവർക്ക് ഓർമ്മക്കുറവ് കൊണ്ടുവരുന്ന, അവരുടെ പരീക്ഷകൾ തോൽവി കൊണ്ടുവരുന്ന സാത്താനെ ബന്ധിക്കട്ടെ. അവർക്ക് അനുസരണക്കേടും പെട്ടെന്നുണ്ടാകുന്ന സ്വഭാവ മാറ്റങ്ങൾ വരുത്തുന്ന സാത്താനെയും അവൻ്റെ ശക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് പുറത്താക്കിയ നിങ്ങളെ നിരാശപ്പെടുത്തുകയും ആദിവ്യാധികളും അസ്വസ്ഥതകളും കൊണ്ട് നിറച്ച് നിങ്ങളുടെ ജീവിതത്തെ ഉയരാൻ പറ്റാത്ത വിധത്തിൽ ബന്ധിച്ചിട്ടിരിക്കുന്ന കടബാധ്യതകൾ, തൊഴിൽ തടസ്സങ്ങൾ, കുടുംബത്തിലെ ബന്ധനങ്ങൾ, അകാരണ ഭയങ്ങൾ, അകാരണ ദുഃഖങ്ങൾ, ടെൻഷനുകളെല്ലാം എടുത്തു മാറ്റട്ടെ. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളും ഇന്ന് അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ അത്ഭുത പള്ളിയിലേക്ക്, ഈ ഹിസ്റ്റോറിക്കൽ ചർച്ചിലേക്ക് കടന്നു വരുന്ന എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ അത്ഭുത ദേവാലയം
ഈ ചരിത്ര പ്രസിദ്ധമായ ദേവാലയം ഈ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ റോമൻ കത്തോലിക്ക പള്ളി, ഇവിടെ കടന്നു വരുന്ന മക്കളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവായ യേശുവേ, ഈ ദേവാലയത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വരട്ടെ. ഇവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളെ എനിക്ക് കർത്താവ് കാണിച്ചു തരിക. അത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെ കാണിച്ചു തരുന്നുണ്ട്. ഇന്ന് അവരുടെ തല മുതൽ പാദം വരെ കർത്താവിൻ്റെ ആത്മാവ് ഇറങ്ങി വന്ന് അനുഗ്രഹിക്കട്ടെ. ഉണങ്ങാത്ത മുറിവുകൾ ഉണങ്ങട്ടെ. കർത്താവ് വാർദ്ധക്യ സഹജമായ പീഡകളിലൂടെ മരണാവസ്ഥയിൽ കിടക്കുന്ന ആൾക്കാർ, അവർക്കൊരു ആശ്വാസം കിട്ടട്ടെ, അവർക്കൊരു വിടുതൽ കിട്ടട്ടെ. യേശുവേ, നിന്റെ നാമത്തിൻ്റെ മുമ്പിൽ അത്ഭുതം പ്രവർത്തിക്കണം. എല്ലാ കെട്ടുകൾ, എല്ലാ മന്ത്രച്ചരടുകൾ, എല്ലാ കൂടോത്രങ്ങൾ, എല്ലാ ദുർഭൂതങ്ങൾ, എല്ലാ ദുരാത്മാക്കൾ, എല്ലാ പൈശാചിക ശക്തികൾ, എല്ലാ ക്ഷുദ്രജീവികൾ, എല്ലാ വന്യമൃഗങ്ങൾ, നിങ്ങളുടെ പറമ്പിനെ തടസ്സപ്പെടുത്തുന്ന, കൃഷിയെ തടസ്സപ്പെടുത്തുന്ന, തൊഴിൽ മേഖലകളെ തടസ്സപ്പെടുത്തുന്ന, മത്സ്യ പിടിക്കാൻ പോകുന്നവരെ തടസ്സപ്പെടുത്തുന്ന, അവരുടെ തൊഴിൽ മേഖലയിൽ വരുന്ന സാമ്പത്തിക ബാധ്യതകൾ, കടങ്ങൾ, അവരുടെ തൊഴിൽ ഉപകരണങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. കാർഷിക മേഖലയിലുള്ളവർ, നെൽ കർഷകരെ അനുഗ്രഹിക്കുന്നു, റബ്ബർ കർഷകരെ അനുഗ്രഹിക്കുന്നു, കാപ്പി കർഷകരെ അനുഗ്രഹിക്കുന്നു, വാഴ കർഷകരെ അനുഗ്രഹിക്കുന്നു, ഇഞ്ചി കർഷകരെ അനുഗ്രഹിക്കട്ടെ കർത്താവ്. അങ്ങനെ കാർഷിക മേഖലയിൽ പൈനാപ്പിൾ കർഷകരെ അനുഗ്രഹിക്കട്ടെ. യേശു, വസ്തുവിൻ്റെ മേലുള്ള ബന്ധനം അഴിയട്ടെ. വസ്തുവിൻ്റെ കച്ചവട തടസ്സങ്ങൾ വിട്ടുമാറട്ടെ. കച്ചവടം നടക്കാതിരിക്കാൻ വേണ്ടി ഏതെങ്കിലും വിധത്തിലുള്ള ദുഷ്ടശക്തികൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവ ഇപ്പോൾ തകർക്കപ്പെടട്ടെ. വാർദ്ധക്യ സഹജമായ പീഡകൾ അനുഭവിക്കുന്നവർക്ക് വിടുതൽ കിട്ടട്ടെ. അന്ധകാര ശക്തികൾ വിട്ടുമാറട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമുക്ക് ലഭിച്ച വചനം, ഈശോയുടെ വചനം ഇന്ന് നമുക്ക് ലഭിച്ചത് ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 45-ാമത്തെ തിരുവചനം. നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്നും നന്മ പുറപ്പെടുവിക്കുന്നു. ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. കർത്താവേ, ഞങ്ങളുടെ നെഞ്ചിലേക്ക്, ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മ വരട്ടെ. ഏതെങ്കിലും വിധത്തിലുള്ള തിന്മകളോ കറകളോ അഴുക്കുകളോ ഞങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, അസൂയകളോ വെറുപ്പോ പകയോ വിദ്വേഷമോ, ഇതുമൂലം സ്നേഹിക്കാൻ പറ്റാത്ത വിധത്തിൽ, സമാധാനം കിട്ടാത്ത വിധത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെ ഹൃദയങ്ങൾക്ക് ഇന്ന് അതിശക്തമായ ഒരു അഭിഷേകത്താൽ നിറയട്ടെ. കരമുയർത്തി സ്തുതിച്ചേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ദൈവത്തിൻ്റെ ആത്മാവേ, യേശുവിൻ്റെ മുമ്പിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ച് ബലപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ദുഷ്ടാരൂപികളെ, ദുഷ്ടശക്തികളെ, നാരിക ശത്രുക്കളെ, തിന്മയുടെ ആധിപത്യങ്ങളെ, ദുഷ്ടസംഘങ്ങളോ സമൂഹങ്ങളോ വിഭാഗങ്ങളോ ആര് തന്നെ ആയിരുന്നാലും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിച്ച് ബഹിഷ്കരിച്ച് ശാസിച്ച് ഈ വചനം കേൾക്കുന്ന മക്കളുടെ ഭവനങ്ങളിൽ നിന്ന്, പറമ്പിൽ നിന്ന് ആട്ടിപ്പുറത്താക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൗശലക്കാരനായ സർവ്വമേ, മനുഷ്യവംശത്തെ വഴിതെറ്റിക്കുന്നതിനും തിരുസഭയെ ഞെരിക്കുന്നതിനുമുള്ള നിന്റെ തുനിവ് ഇന്ന് അവസാനിക്കട്ടെ. ഈ മക്കളിൽ നിന്ന് വിട്ടുമാറാൻ യേശുനാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. കുരിശിൻ്റെ നിഗൂഢമായ ശക്തിയും ക്രിസ്തീയ വിശ്വാസ രഹസ്യങ്ങളുടെ പ്രാബല്യം നിന്നോട് ആജ്ഞാപിക്കുന്നു. പൈശാചിക ശക്തികളെ, നാരകീയ ശക്തികളെ, തിന്മയുടെ ആധിപത്യങ്ങളെ, കൂടോത്രങ്ങളെ, മന്ത്രവാദങ്ങളെ, ആഭിചാരങ്ങളെ, സാത്താൻ കെട്ടുകളെ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിച്ച് ആട്ടിപ്പായിക്കുന്നു. സ്തുതിച്ച മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ ആരാധന, പരിശുദ്ധാത്മാവെ ആരാധന. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.